എന്തൊരു സിസ്റ്റമാണിത്, എന്തൊരു നശിച്ച സിസ്റ്റമാണിത്. മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ പറയരുതായിരുന്നു, പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. സ്കൂളുകളിൽ സുരക്ഷ ഓഡിറ്റ് വേണം. അതുണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അതിന്റെ മീതെ കൂടി പോകുമായിരുന്നു. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട്. എന്നിട്ട് ഇവര് മാറി മാറി എന്ന് പരിഹസിക്കുകയാണ്. ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയ കുട്ടിയാണ് ഇപ്പോൾ കുറ്റവാളി. ജൂലൈ 4-ാം തീയതി മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടും. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും. ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും ഉണ്ടാകും. ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ മുഖ്യമന്ത്രി ഇട്ട ഈ കൊല്ലം ജില്ലയിൽ ഒരു കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട പോസ്റ്റാണ്. കൊല്ലം ജില്ലയിലെ തേവരക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ജീവൻ വൈദ്യുതാഘാതമേറ്റ് നഷ്ടപ്പെട്ട സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണ്. മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അനുശോചനം രേഖപ്പെടുത്തുന്നു. അപകട കാരണം സർക്കാർ പഠിക്കും. മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കും. ശരിയാണ്, ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മേലിൽ അത്തരം അപകടങ്ങൾ പറ്റാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ എല്ലാ മേഖലകളിലും അപകടം സംഭവിക്കുന്നതുവരെ കാത്തിരിക്കുക നടക്കുന്ന കാര്യമല്ല. ഒരു കാര്യം കൊണ്ട് എങ്കിൽ മറ്റൊരു കാര്യം കൊണ്ട് ജീവനും ജീവിതവും നഷ്ടപ്പെടുന്ന സാഹചര്യം സിസ്റ്റം ഉണ്ടാക്കരുത്. അതിന് സിസ്റ്റത്തിന് ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിൽ വിയോജിപ്പുള്ളവർക്ക് അത് രേഖപ്പെടുത്തുകയുമാകാം. നമ്മളോടൊപ്പം അതിഥികൾ സൂപ്പർ പ്രൈം ടൈമിൽ ചേരും. ശ്രീ NK പ്രേമചന്ദ്രൻ UDF-ൽ നിന്ന്, അഡ്വക്കേറ്റ് K സരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ ജോസ് ആന്റണി PTA പ്രസിഡന്റാണ്, ശ്രീ യുവരാജ് ഗോകുൽ BJP-യിൽ നിന്ന്. അഡ്വക്കേറ്റ് K സരുൺകുമാർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. അഡ്വക്കേറ്റ് K സരുൺകുമാർ, കേൾക്കാം. നമ്മളാരും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് എന്ന് വിചാരിക്കുന്നത് തന്നെയായ ഒരു സംഭവമാണ് കൊല്ലത്ത് ഉണ്ടായത്. ആ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഞാൻ ആ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ സംഭവിക്കുന്നത്. അത് നേരിട്ട് കാണുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ 10-24 മണിക്കൂറായി കടന്നു പോവുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായ എന്തെങ്കിലും വീഴ്ചയ്ക്കപ്പുറത്തേക്ക് സംവിധാനങ്ങളുടെ ജാഗ്രത കുറവ് എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. ഏതെങ്കിലും ഒരു വകുപ്പ്, ഏതെങ്കിലും ഒരു വിഭാഗം എന്നതിനപ്പുറത്തേക്ക് കൂട്ടായ ജാഗ്രതയുടെ പ്രശ്നം എന്ന നിലയ്ക്കുണ്ടാകുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്, അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. സിസ്റ്റത്തിൻ്റെ പാളിച്ചയുടെ ഭാഗമായി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ചയാണ് എന്നിരുന്നാലും ഒരു കുരുന്നു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അധ്യാപകരെല്ലാം സൂചിപ്പിച്ചതുപോലെ 1.5 മാസം കൊണ്ട് ആ സ്കൂളിൻ്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ ഒരു 13 വയസ്സുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. NCC-യിൽ, അതുപോലെ തന്നെ ഫുട്ബോൾ സെലക്ഷനിൽ, ഫുട്ബോൾ ടീമിൽ ഏത് കുട്ടികളുടെ കാര്യമായാലും മുന്നിൽ നിൽക്കുന്ന, നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട മിഥുൻ എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ രാവിലെ 8:30-ക്ക് നടന്ന സംഭവത്തിൽ ഇത്തരത്തിലൊരു കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇവിടെ നിരവധി വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു. 1 സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ച, 2 KSEB-യുടെ വീഴ്ച, 3 വിദ്യാഭ്യാസ വകുപ്പിലെ ആ സമയത്തുള്ള AEO അടക്കമുള്ളവരുടെ വീഴ്ച, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വീഴ്ച അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞതുപോലെ മെയ് മാസം 13-ന് തന്നെ ഒരു സർക്കുലർ പുറത്തിറങ്ങി. ആ സർക്കുലർ പ്രകാരം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഓരോ സ്കൂളിന്റെ ക്ലാസ് മുറികളിലും പുറത്തും ചെയ്യേണ്ട, സ്കൂൾ ക്യാമ്പസിൽ ചെയ്യേണ്ട മുൻകരുതലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 9-ാമത് തലക്കെട്ട് 1-ൽ സ്കൂൾ സുരക്ഷ എന്നതാണ്. അതിൽ സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുതി പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ, ഇതല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമായ വിധം കാണുകയാണെങ്കിൽ അതായത് ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ് എന്ന് കൃത്യമായി തന്നെ 1-ാം തലക്കെട്ടിൽ സ്കൂൾ സുരക്ഷ എന്നതിൽ 9-ാമത്തെ നിർദ്ദേശമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്.
ഈ സർക്കുലർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക്, ഡയറ്റ് പ്രിൻസിപ്പൽമാർക്ക്, RDCCമാര്, ADമാര്, ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർ, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ, ജില്ലാ പ്രൊജക്ട് ഓഫീസർമാര്, കെറ്റ് ജില്ലാ കോർഡിനേറ്റർ, അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിലേക്ക് സ്കൂൾ PTA-യും മാനേജ്മെന്റും എല്ലാം വിളിച്ചുകൂട്ടി കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ചെയ്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ KSEBക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്കൂളിലെ ക്ലാസ് മുറിക്ക് മുകളിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഷെഡിന് മുകളിലൂടെ ഓപ്പൺ ലൈനായിട്ട് പോകുക. ഇപ്പൊ കവറിംഗ് ആയിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ആ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും വേണ്ടത്ര സുരക്ഷയോടെ ഇടപെടാൻ KSEBക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇത് പരിശോധിച്ച് കൃത്യമായിട്ട് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ്. ഇപ്പൊ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നുവെന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് നിർദ്ദേശം പാലിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഏത് വിഭാഗത്തിന്റെയാണോ വീഴ്ച, ആ വീഴ്ച കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനെതിരെ നടപടി, ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, AEO വീഴ്ച വരുത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നേടുന്ന സാഹചര്യം, അതുപോലെ തന്നെ വിശദമായിട്ടുള്ള മറുപടി ഈ കാര്യത്തിൽ മാനേജ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യം, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ സിസ്റ്റത്തിന്റെ വീഴ്ചയാണെങ്കിൽ നമുക്കുണ്ടായ നഷ്ടം തീരാ നഷ്ടമാണ്. ഏറ്റവും കടുത്ത വേദനയാണ്. ഒരു മികച്ച വിദ്യാർത്ഥിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ സിസ്റ്റം ഇത്തരത്തിലുള്ള പോരായ്മകൾ അടിയന്തരമായിട്ട് തിരുത്തേണ്ടതാണ്. ഒരിക്കലും ഇനി ആവർത്തിക്കരുതെന്ന് പറയുമ്പോഴും അങ്ങ് ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എവിടെയാണോ വീഴ്ച, ഏത് ഉദ്യോഗസ്ഥന്മാരാണോ വീഴ്ച വരുത്തിയത്, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കാത്തത് എന്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും ആധുനികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ അത് എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന ഗൗരവമായിട്ടുള്ള പരിശോധന വേണ്ടതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ, അങ്ങേക്കെന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ NK പ്രേമചന്ദ്രൻ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ സാധാരണഗതിയിൽ അങ്ങ് പറയേണ്ടുന്ന മുഴുവൻ വിമർശനങ്ങളെയും സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ ചൂണ്ടിക്കാട്ടുന്ന വകുപ്പുകളുടെ വീഴ്ചയും ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് സിസ്റ്റത്തിന്, സർക്കാർ വകുപ്പുകൾക്ക് ഏകോപനത്തിൽ, ഉത്തരവാദിത്തത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയും തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി പ്രതിപക്ഷം എന്ത് വിമർശിക്കും? എത്ര ലാഘവത്തോടു കൂടിയാണ് വിമർശനത്തെ ഉൾക്കൊള്ളുന്നത്. ഇതായിരുന്നില്ലല്ലോ ഇന്നലത്തെ വിശദീകരണവും ന്യായീകരണവും. സംഭവം ഉണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ മന്ത്രിസഭാംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ചിഞ്ചു റാണി എറണാകുളത്ത് നടത്തിയ പ്രതികരണം എന്തായിരുന്നു? MV ഗോവിന്ദൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? മന്ത്രി ശ്രീ V ശിവൻകുട്ടി ആ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ പ്രതികരണം നടത്തിയത് ഒഴിച്ചാൽ മറ്റു മന്ത്രിമാരും പാർട്ടി നേതാക്കളുമൊക്കെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമപുച്ഛത്തോടും പരിഹാസത്തോടും കൂടിയല്ലേ സത്യത്തിൽ ഈ പ്രശ്നത്തെ അവരെല്ലാവരും അഭിസംബോധന ചെയ്തത്? പ്രതിഷേധ സമരം നടത്തുന്നു പറയുന്നത് അനാവശ്യമാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത് എന്നും പരിഹാസത്തോടും പുച്ഛത്തോടും കൂടിയായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സമരം ചെയ്യുന്നവരെ കുറിച്ച് കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. ഇന്ന് 2 മന്ത്രിമാരടക്കം ഭവനത്തിൽ ചെന്ന് നഷ്ടപരിഹാര തുക അടക്കം കൊടുത്തു. അപ്പോൾ ഈ കാര്യത്തിൽ മാനേജ്മെന്റിനും ഗവൺമെന്റിനും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലെന്നും ഇങ്ങനെ അപകടാവസ്ഥയിലാണ് എന്ന് അറിയാനുള്ള സാധ്യത വളരെ പരിമിതമാണെന്നും അതുകൊണ്ട് ആരുടെയും ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി തന്നെ പരസ്യമായി പൊതുയോഗത്തിൽ പ്രതികരിക്കുകയും അതിനുശേഷം ഈ കാര്യങ്ങളിലൊക്കെ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സാധാരണ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുക, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു വിഷയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊന്നും കേരളത്തിൽ പുതുമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളൊരു പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വർഗ ബഹുജന സംഘടനകളും. അവരാണിന്ന് പ്രതിഷേധ സമരങ്ങളെയും ജനകീയ പ്രതിഷേധങ്ങളെയും ഒക്കെ പരമപുച്ഛത്തോടുകൂടി അവഗണിക്കുകയും പരിഹാസ രൂപത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം, ആ സന്ദർഭങ്ങളിലെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രശ്നങ്ങളെ സമീപിക്കാൻ. ഇപ്പോൾ പറയുന്നല്ലോ ഏകോപനത്തിൻ്റെ അഭാവം. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി പറഞ്ഞത് എന്താണ്? അതിന് മുമ്പ് നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി പറഞ്ഞത് എന്താണ്?
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെച്ചപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ ഫെയിലൂറാണ്, കോർഡിനേഷൻ്റെ അഭാവമാണ്. അപ്പോൾ ആരാണ് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത്? ആരാണ് ഈ കോർഡിനേഷൻ നടത്തേണ്ടത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ക്യാബിനറ്റ് ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ക്യാബിനറ്റ് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഫെയിലൂറാണ്. അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. ആ ഫെയിലൂർ അല്ലെങ്കിൽ ആ വീഴ്ച, പരാജയം ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവവും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണതും ഈ സ്കൂൾ ക്യാമ്പസിൽ വെച്ചൊരു കുട്ടി ഷോക്കേറ്റ് മരിക്കാനിടയായിട്ടുള്ള സാഹചര്യവും ആകെ പരിശോധിക്കുമ്പോൾ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ അഭാവമാണ് ഇതിനൊക്കെ ആധാരമായ കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് സിസ്റ്റം ടോട്ടൽ ഫെയിലൂറാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒപ്പം ശ്രീ ജോസ് ആന്റണി, ഞാൻ അങ്ങയിലേക്കും വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ അങ്ങ് വളരെ വിശദമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷ സ്വരത്തിലുള്ളൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. സിസ്റ്റത്തിന്റെ തകർച്ച, വീഴ്ച കൊണ്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവ വികാസം ഉണ്ടാകരുത്, അതിൽ അന്വേഷണവും നടപടിയും വേണം എന്നാവശ്യപ്പെടുമ്പോൾ ആ സിസ്റ്റം എങ്ങനെ പെരുമാറണം, എത്രത്തോളം ജാഗ്രതയോടെ പ്രവർത്തിക്കണം, എത്രത്തോളം ജാഗ്രതയോടെ പെരുമാറണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രശ്നമുണ്ടാകുന്ന സമയത്തും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രശ്നമുണ്ടാകുന്ന സമയത്തും ഈ സമയത്തും ആ ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവുകയാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ കെട്ടിടം പൊളിക്കേണ്ടതാണെന്ന തീരുമാനവും അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവുമൊക്കെ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ആരോട് ചോദിക്കും? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ ആ വീട്ടിലേക്കുള്ള കണക്ഷൻ കൊടുത്തത് മുതലുള്ള പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഒരു പോസ്റ്റിന്റെ കൂടി സഹായമില്ലാതെ അത്രയും ദൂരത്തിലുള്ള കണക്ഷൻ കൊടുത്തത്, എങ്ങനെയാണ് ആ കെട്ടിടത്തിന് മുകളിലൂടെ അത് സംഭവിക്കുന്നത്, ആ കെട്ടിടത്തിൽ അനധികൃത നിർമ്മിതി ഉണ്ടാകുന്നത് കാണാതെ പോകുന്നത്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സകല വകുപ്പുകൾക്കും കണ്ണുകെട്ടുന്ന വീഴ്ചയുണ്ടാകുന്നത്, ഇത് നിരീക്ഷിക്കേണ്ടതും ഇത് പരിഹരിക്കേണ്ടതും അതിനാവശ്യമാണെങ്കിൽ പിഴ ഈടാക്കേണ്ടതും ആയ ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണ്? അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അത് ഏതു വകുപ്പാണോ നിയമലംഘനം നടത്തിയത്, ഏതു വകുപ്പാണോ ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യേണ്ടത്, പെർമിഷൻ കൊടുക്കേണ്ടത്, അത് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഇവിടെ വൈദ്യുതി ലൈൻ 50 കൊല്ലം മുമ്പ് വലിച്ച ലൈനാണെന്നതാണ് കിട്ടുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആ ലൈന് കൃത്യമായിട്ട് കാലപ്പഴക്കം വരുന്നു, അത് താണു വരുന്നു, കൃത്യമായിട്ടുള്ള ദൂരം പരിധി പാലിക്കുന്നില്ല. ഇപ്പോൾ നിലത്ത് നിന്ന് ഒരു വൈദ്യുതി ലൈൻ വലിക്കുമ്പോൾ കൃത്യമായിട്ട് 4.6 മീറ്റർ ഉയരം വേണം. എന്നാൽ ഇവിടെ അത് 4.28 മീറ്ററേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഷെഡിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ ആണെങ്കിൽ 2.5 മീറ്റർ ഉയരം നിർബന്ധമായിട്ടും വേണം. ഇവിടെ നിലവിലുള്ളത് 0.88 മീറ്റർ ആണ്. അപ്പോൾ കൃത്യമായി ഇത്തരത്തിൽ വൈദ്യുതി ലൈനിന്റെ ആ ദൂരപരിധി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനുള്ള ഉത്തരവാദിത്തം ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശ്രദ്ധയിൽ അതാത് സമയത്ത് ഇത് പെടുത്തേണ്ട ചുമതല സ്കൂൾ മാനേജ്മെന്റിനുണ്ട്, സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഭരണസമിതിക്കുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതാത് പഞ്ചായത്താണ്. ഓരോ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വെക്കേഷൻ കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിലാണ് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തിയത്. ഈ വകുപ്പുകളും ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പണിയെടുക്കുന്നില്ല എങ്കിൽ, നേരത്തെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്, തൊഴിലാളി വിരുദ്ധതയൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ ശമ്പളം വാങ്ങിക്കൊണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ആ സിസ്റ്റം അത്രത്തോളം അധപ്പതിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ആ തരത്തിൽ ബ്യൂറോക്രസി, ആ തരത്തിൽ ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണത്തിൽ നിന്ന് വളരെ നിസ്സംഗതയോടെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന എന്ത് പ്രശ്നമാണ് ഇവിടെയുള്ളത്? ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ അവറുകളാണല്ലോ ആദ്യം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാ നമുക്കറിയാലോ. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന വേദിയല്ല ഇത്. ഒരു പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായി പരിശോധിച്ച് അതിന്റെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ സ്കൂൾ പൂർണ്ണമായും ഫിറ്റ് ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു ഷെഡ് ഉള്ളതായിട്ട് പോലും അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സൈക്കിൾ വയ്ക്കാനായിട്ടാണ് ഷെഡ് ഉണ്ടാക്കിയതെങ്കിലും ആ ഷെഡ് നിയമപരമായിട്ടുള്ള പ്ലാനിന്റെ ഭാഗമായിട്ടല്ലേ അതിന് പെർമിറ്റ് കിട്ടേണ്ടത്.
അത് അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതിന്റെ മുകളിലൂടെ വൈദ്യുതി ലൈൻ പോകുമ്പോൾ ഇത്രയും അടുത്ത് ഒരു തരത്തിലും ഷെഡ് നിർമ്മിക്കാനും പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള നിയമലംഘനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ AEO അടക്കം സ്കൂളിന്റെ ചുമതലയുള്ള അവിടുത്തെ ഉപജില്ലയിലെ AEO അദ്ദേഹമാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഉള്ള ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങളും സർക്കുലറും പാലിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അത് ഏത് വകുപ്പുമായിക്കോട്ടെ, ആരാണോ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തിയത്, കുറവുകൾ വരുത്തിയത്, അത് കൃത്യമായി പരിശോധിച്ച് അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാതൃകാപരമായിട്ട് നടപടി സ്വീകരിക്കാൻ, ഒരാളെ പോലും സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കാതെ ആരാണോ തെറ്റ് ചെയ്തത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹവും സൂചിപ്പിച്ചു. പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ് എന്നുള്ളത്. അപ്പോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുകയാണ് എങ്കിൽ അത് സിസ്റ്റത്തിന്റെ വീഴ്ച കൊണ്ടാണെങ്കിൽ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലേ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ? അങ്ങനെയാണെങ്കിൽ ഈ വകുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മന്ത്രിമാരൊക്കെ പണിയെടുക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടാകും, അല്ലേ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ? ഇവിടെ കൃത്യമായി അന്വേഷണം നടത്തി ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണോ വീഴ്ച വരുത്തിയത് ആ ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിൽ വീഴ്ച വരുത്താൻ എന്താണ് വകുപ്പിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള സർക്കുലർ നിർദ്ദേശം കിട്ടാത്തതിന്റെ ഭാഗമാണോ അത് അന്വേഷിക്കട്ടെ. പഞ്ചായത്തിനും അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. കൃത്യമായി എവിടെയാണ് ഏത് ഉദ്യോഗസ്ഥരാണ് വീഴ്ച പറ്റിയത് എന്ന് പഞ്ചായത്തിനും അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എങ്കിൽ ഇവിടെ ആരും ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. എന്താ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞേ? നമ്മുടെ കേരളത്തിന്റെ ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. ആ മകനെ നഷ്ടപ്പെടാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം ഇനി ആവർത്തിക്കാൻ പാടില്ല. അതിനുവേണ്ടി ആരൊക്കെയാണോ കൃത്യവിലോപം കാണിച്ചത്, ഉത്തരവാദിത്വം നിർവഹിക്കാത്തത്, അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് വാങ്ങിച്ചു. ഒരു സ്കൂൾ പ്രധാന അധ്യാപിക എന്ന രൂപത്തിൽ ആ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട പ്രാഥമിക ചുമതലയുള്ള ടീച്ചർക്കെതിരെ നടപടിയെടുത്തു. അത്തരത്തിൽ നമുക്ക് കുട്ടികൾ എന്നത് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾ എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മകൻ എന്നൊക്കെ നമുക്ക് വളരെ ആലങ്കാരികമായി പറയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ മകൻ അല്ല എന്നുള്ളതാണ് ഈ ഫലം കാണുമ്പോൾ തോന്നുന്നത്. കാരണം അങ്ങനെ നമ്മുടെ മകൻ എന്നായിരുന്നുവെങ്കിൽ നമുക്കതിൽ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. നമുക്ക് ആ കാര്യത്തിൽ ആ കുഞ്ഞിനെയോ അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്താൻ തോന്നില്ലായിരുന്നു. നമുക്ക് മറ്റാഘോഷങ്ങൾക്ക് തോന്നില്ലായിരുന്നു. നമുക്ക് അവരുമായി ബന്ധപ്പെട്ട ജാഗ്രത ഏറ്റവും താഴെത്തട്ടിൽ മുതൽ ഏറ്റവും മുകളിൽ തട്ടിൽ വരെ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുമായിരുന്നു. അവനവന്റെ മകൻ എന്നത് ആത്മാർത്ഥതയോട് കൂടിയാണ് പറയുന്നത് എങ്കിൽ എന്നെനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജോസ് ആന്റണി, അങ്ങ് അവിടുത്തെ PTA പ്രസിഡന്റാണ്. നേരത്തെ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ പറയുകയാണ് നമ്മുടെ മകൻ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇടം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാഥമികമായി നമുക്ക് ഏറ്റവും ശ്രദ്ധയുള്ള ഇടമായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അപകടം അവിടെ കാത്തിരുന്നു എന്നത് മനസ്സിലാക്കാതെ പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ KSEBിയുമായുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് സ്കൂളിന്റെ അനുമതിക്ക് വേണ്ടി KSEB ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതിന്റെ ഫലമായി കൊടുക്കേണ്ടി വന്നത് ഒരു വലിയ വിലയുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാണാതെ പോക്കുണ്ടായത്? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 108 വർഷക്കാലം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ആ 108 വർഷക്കാലം പഴക്കമുള്ള ഈ സ്കൂളിൽ ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ളയെ പോലുള്ള ഒട്ടനവധി മഹാന്മാർ പഠിച്ചു പോയൊരു സ്കൂളാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് അതിൻ്റെ സമീപത്ത് ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നയാൾ കൂടിയാണ്. കുട്ടികളുമായിട്ട് വളരെ വൈകാരികമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ പലരും കാണാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു സിംഗിൾ മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ ആ മാനേജർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ കറക്റ്റ് സമയത്ത് നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്നു. എന്നാൽ ഇത് ഒരു ഭരണസമിതിയാണ്, കുറേ അംഗങ്ങളുള്ള ഒരു ഭരണസമിതി. ആ ഭരണസമിതിയിൽ തീരുമാനങ്ങൾ സമയാസമയങ്ങൾ എടുക്കുവാനോ അത് പ്രാവർത്തികമാക്കാനോ കഴിയാതെ പോകുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ആ കാര്യങ്ങൾക്ക് സമയബന്ധിതമായ, അത് സ്വാഭാവികമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ തെറ്റാണല്ലോ. മാനേജ്മെൻ്റ് അല്ലേ അത് ചെയ്യാൻ കഴിയൂ.
അല്ല, അങ്ങനെ ഒരു ഏകപക്ഷീയമായി സമിതി തീരുമാനമെടുക്കാനും ഭരിക്കുന്ന ഏകപക്ഷീയമായ സ്കൂളിനെ അലംഭാവം കാണിക്കാനുമാണ് അവര് ചുമതല- മാനേജ്മെന്റ് ഉള്ളതെങ്കിൽ അവിടെ PT അടക്കമുള്ള സംവിധാനങ്ങൾ എന്തിനാണ്? പിന്നെ ഈ പറയുന്നത് പോലെ ഈ സ്കൂളിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്, സ്കൂളിന്റെ ഭരണസമിതിയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സംസ്ഥാനത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാരണമാകുന്നുണ്ട്. അത് കാണാതെ പോകാൻ കഴിയുന്ന ഒന്നല്ല. അത്തരത്തിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടോ? രാഷ്ട്രീയ അതിപ്രസരമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല. ഞാൻ അത് അടിവരയിട്ട് പറയുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സമിതി ചുമതലപ്പെടുത്തുന്ന മാനേജരോടൊപ്പമുള്ള അതിൻ്റെ ഒരു പ്രസിഡന്റ് അവരെ ചുമതലപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കമ്മിറ്റികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നത് അവർക്കാണ്. കൃത്യമായിട്ട് വിദ്യുച്ഛക്തി വകുപ്പുമായി ബന്ധപ്പെടണമെങ്കിലും പഞ്ചായത്തുമായി ബന്ധപ്പെടണമെങ്കിലും ഇതൊക്കെ സമയബന്ധിതമായി ചെയ്യാൻ ചുമതലപ്പെട്ട ആളുകളാണവർ. അവർക്കത് സമയബന്ധിതമായി ചെയ്യാൻ കഴിയാതെ പോകുന്നതിന് PTA-ക്കൊക്കെ ഇടപെടാൻ കഴിയുന്നതിന് പരിമിതികളുണ്ട്. കാരണം PTA കമ്മിറ്റികളിലൊക്കെ നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശക്തമായി പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഷെഡ് എന്ന് പറയുന്നത് അവിടെ ഒരു സൈക്കിൾ ഷെഡാണ്. ഒരു സൈക്കിൾ ഷെഡ് എന്ന് പറയുന്നത് വളരെ താഴ്ത്തി സൈക്കിൾ വെക്കാൻ വേണ്ടിയിട്ട് ആ ഷെഡ് കെട്ടിയിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിക്കില്ല. അപ്പോൾ കഴിഞ്ഞ 8-9 വർഷക്കാലം മുമ്പായിട്ട് കെട്ടിയ ആ സൈക്കിൾ ഷെഡ് കെട്ടുമ്പോഴും ഒരു പ്രായോഗികത അതിനകത്തില്ലായിരുന്നു. അന്നത്തെ ആ സമിതി അത് പ്രായോഗികമായി ചിന്തിക്കാതെയാണ് അത്തരത്തിലൊന്ന് ചെയ്തത്. അത് ചെയ്യുമ്പോൾ 40 വർഷക്കാലം മുമ്പ് സമീപ പ്രദേശത്തെ ഒരു വീട്ടിലേക്ക് വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ അതുവഴി കടന്നു പോകുന്നത്. ആ ഒരു വീട്ടിലേക്ക് വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയാണ് പോയത്. ആ 40 വർഷം മുമ്പ് ചെയ്തിട്ട് പിന്നീട് തൊട്ട് സമീപത്തുള്ള ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഒരു 3 ഫേസ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കാലാകാലങ്ങളിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാനേജ്മെന്റ് ആണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പരിപാലിക്കേണ്ടത്. ശരി, ഞാൻ അങ്ങനെ ശക്തമായിട്ട് പറയുവാനും ഇടപെടാനും മാത്രമേ. 2019 മുതൽ ഇങ്ങോട്ട് ദേശവ്യാപകമായും അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നത് സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ വരുത്തണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ അപകടം സംഭവിച്ച സമയത്ത് തന്നെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് നമ്മൾ തന്നെ മാതൃഭൂമി ന്യൂസിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ 100 നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട്. ഈ വർഷം തുടങ്ങുന്നതിന് മുൻപും കൃത്യമായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്തിമ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രി പാരഗ്രാഫ് അരുൺകുമാർ പറഞ്ഞ അതേ പാരഗ്രാഫ് വായിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണ്, ഇതെന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്? അങ്ങനെ നടക്കാതെ പോവുകയാണെങ്കിൽ കടലാസ് ചെലവിന് വേണ്ടി മാത്രമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ? ഇത് ഓരോ അധ്യയന വർഷവും ആരംഭിക്കുന്നതിന് മുമ്പായി സ്കൂളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ കൂടാതെ തന്നെ കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശങ്ങൾ സർക്കുലർ മുഖാന്തരം പുറപ്പെടുവിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കൈവശമുള്ള 2021 ഒരു സർക്കുലറാണ്. സംസ്ഥാന ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള സർക്കുലറിൽ എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡം, നടപടികൾ എന്നതിനെ സംബന്ധിച്ച് 15/2/2021 സംസ്ഥാന ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൽ വളരെ വ്യക്തമായി തന്നെ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും നല്ലതുപോലെ പ്രതിപാദിക്കുന്നുണ്ട്. അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അപ്പോൾ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഒരു മരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ ചുമതലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് AXC കൊടുക്കണം, തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളിൽ ബന്ധപ്പെട്ട LSDയുടെ AEക്ക് കൊടുക്കാമെന്നുള്ളതാണ് വ്യവസ്ഥ. അത് കൊടുക്കുമ്പോൾ പരിപാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ അത് ഏറ്റവും ഒടുവിലത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുള്ള കെട്ടിടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻസോ സ്ട്രക്ചറൽ ചേഞ്ചോ ഈവൻ റൂഫ് ചേഞ്ചിങ്ങോ ഏതെങ്കിലും തരത്തിൽ കോൺക്രീറ്റോ റൂഫ് ചേഞ്ചിങ്ങോ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് AXCയുടെയും AEയുടെയും ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന് വ്യക്തമായി വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുടെ പ്രസക്തി എന്താണ്?
ഈ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും നിലനിൽക്കുമ്പോഴാണ് ഏകപക്ഷീയമായി മാനേജ്മെന്റുകൾ ഇത് ലംഘിച്ചുകൊണ്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നേരത്തെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 8 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുള്ള പ്രധാന കെട്ടിടത്തോട് ചേർന്ന് ഒരു ആൾട്രേഷൻ വരുത്തി, ഒരു ടെമ്പററി എന്ന് പറയാൻ കഴിയില്ല, നല്ല പെർമനന്റ് സ്ട്രക്ചറിന് സമാനമായ നിലയിലാണ് ആസ്പെക്ട്സോ ഷീറ്റ് ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സ്ട്രക്ചറൽ ആൾട്രേഷൻ വരുത്തുമ്പോൾ അതിന് മുമ്പേ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചോ? ബന്ധപ്പെട്ട AEയുടെയും AXCയുടെയും അനുമതി വാങ്ങിയോ? അതുപോലെ തന്നെ ഈ പറയുന്ന ലൈൻ, ഇലക്ട്രിസിറ്റിയുടെ ലൈൻ, ലോ ടെൻഷൻ 3 ലൈൻ കടന്നു പോകുന്നതിന് തൊട്ട് താഴെ ഈ ഉയരത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനുമതി ആവശ്യമാണ്. അത് മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ? നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വീട്ടിലേക്ക് പോകുന്നതിനും പിന്നീട് ഗേൾസ് ഹൈസ്കൂളിലേക്ക് പോകുന്നതിനും വേണ്ടി ഇത്തരത്തിലൊരു ലൈൻ വലിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട. അപ്പോൾ വളരെ ഉത്തരവാദപ്പെട്ട, വളരെ റെസ്പോൺസീവായിട്ടുള്ളൊരു മാനേജ്മെന്റ്, അതും ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും എത്രയോ കാലമായി ഭരണം നടത്തി വരുന്ന, പൂർണ്ണമായും പാർട്ടിക്ക് വിധേയമായി പാർട്ടി നിയന്ത്രണത്തിൽ, ഞങ്ങൾക്കെല്ലാം അറിയാം, ആ സ്കൂളിനെ സംബന്ധിച്ച് നല്ലതുപോലെ അറിയാം, കൃത്യമായി പാർട്ടി ചട്ടക്കൂടിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അതിന്റെ മാനേജ്മെന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ മുഴുവൻ. അത് നിർദ്ദേശിക്കുന്നതെല്ലാം ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളാണ്. തദ്ദേശ വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല, ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത്. അത് തദ്ദേശ വകുപ്പിന്റേതാണോ അതോ അവിടെ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന്റേതാണോ? അങ്ങനെ ഒരു ആരോപണം കൂടി അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉന്നയിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാവും. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. ആരാ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, 2021 സർക്കുലറാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കെട്ടിടം പുതുതായി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആദ്യത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് നൽകുന്നതെങ്കിൽ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആരായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ? ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയാണോ? അത് കഴിഞ്ഞതിന് ശേഷമുള്ള തുടർ വർഷങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കി നൽകേണ്ടത് ബന്ധപ്പെട്ട AEമാർക്കാണ്. ശരിയാണ്, വേണമെങ്കിൽ ശ്രീ അരുൺകുമാറിനെ വ്യാഖ്യാനിക്കാം. AE ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്, AXCമാർ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്, EEമാർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് സ്കൂൾ ഫിറ്റ്നസ് പരിശോധിക്കാനും റിപ്പോർട്ട് നൽകാനുമുള്ള അവകാശം അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പരിധിയിൽ വരുന്നതാണ്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ പരിധിയിൽ വരുന്നതാണ് LSG വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം. അതുകൊണ്ട് പഞ്ചായത്തിന് ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കേണ്ട എന്നില്ല. പഞ്ചായത്തിന് തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ മേൽനോട്ടവും അതിന്റെ പരിശോധനയും ഒക്കെ നടത്താം. ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. പക്ഷെ ഇതിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഒരു പുതിയ നറേറ്റീവിലേക്ക് കൊണ്ടുവരിക, അത് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, അതുകൊണ്ട് UDFന്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു പുതിയ നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള നറേറ്റീവാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആര് ഫിക്സ് ചെയ്യും? ശരി, ഒരു പഞ്ചായത്ത് ഒരു പാർട്ടി ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏറിയ കൂറ് ജനപ്രതിനിധികളും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ്. ജനപ്രതിനിധികൾക്കാണ് അവിടെയുള്ള കാര്യങ്ങളിൽ, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉണ്ടാവേണ്ടത്, ജാഗ്രത ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ പൊതു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇതിൽ ഓരോ മനുഷ്യർക്കും ഇനി നമുക്ക് ഈ പറയുന്നത് പോലെ ഉത്തരവാദിത്തം ചാർത്തി കൊടുത്തിട്ടോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് ചിന്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പക്ഷേ അത് ചെയ്യേണ്ടത് സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവരുത് എന്ന ജാഗ്രതയോട് കൂടി ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. വൈദ്യുതി മന്ത്രിയുടെ പാലക്കാട്ടെ ഓഫീസിലേക്കടക്കം പ്രതിഷേധങ്ങളുണ്ടായി. ഈ സ്കൂൾ പരിസരത്ത് വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി. എല്ലായിടത്തും വിദ്യാഭ്യാസ ബന്ദ് അടക്കമുള്ളവ കൊല്ലം ജില്ലയിലുണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ഇതിപ്പോ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും സ്വാഭാവികമായും പ്രതിപക്ഷത്തും ഓപ്പോസിറ്റ് രാഷ്ട്രീയ ചേരിയിൽ ഇരിക്കുന്നവരും ഒക്കെ പ്രതിഷേധിക്കും. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കുണ്ടാകുന്ന ആയുസ് പോരാ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എങ്കിൽ അത് പരിഹരിക്കാൻ. മാധു, ഇവിടെ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലായിരുന്നു ഇരുന്നത്. അദ്ദേഹത്തിന്റെ
ഭാവിയെ കരുതി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കരുതി അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോത്തങ്കോട് വൈദ്യുതിയുടെ ഓഫീസിനകത്ത് KSEB ഓഫീസിൽ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ സിസ്റ്റത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ആളൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഒരു നോമ്പ് കാലത്താണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം വലിയ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നോമ്പ് കാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രാധാന്യത്തിലുള്ളൊരു സമയമാണ്. ആ സമയത്ത് അവർ ആത്മഹത്യ ചെയ്തു. കാരണം മുസ്ലിംസ് എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും നോമ്പ് കാലത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിനകത്ത് എഴുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ലോഡ് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ വർക്ക് ലോഡിന്റെ പ്രശ്നം വരുന്നത്? വർക്ക് ലോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 കൺസ്യൂമേഴ്സിനാണ് ഒരു KSEB സെക്ഷൻ ഓഫീസ് അവര് വെച്ചിട്ടുള്ളത്, അസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 35,000 കൺസ്യൂമേഴ്സ് ആണ് പോത്തങ്കോടുള്ള ഒരൊറ്റ KSEB സെക്ഷൻ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആൾക്കാർ അവിടെ കയറി തല്ലുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഒരുപാട് പേരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്കൂൾ അധികൃതരെ മാത്രം പഴി പറയുന്നത് കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സ്കൂൾ അധികൃതർ തീർച്ചയായിട്ടും അതിനകത്ത് കുറ്റക്കാരാണ്. അവർ കുറച്ചുകൂടിയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ കാര്യത്തെ സമീപിക്കേണ്ടതായിരുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറിയ കൂറും ഈ പറയുന്ന പഴി ശരിക്കും ചെന്ന് വീഴേണ്ടത് KSEBയുടെ തലയിലാണ്. കാരണം ഇവരെല്ലാവരും തന്നെ സ്കൂൾ അധികൃതരാവട്ടെ മറ്റുള്ളവരാവട്ടെ KSEBയോട് പറഞ്ഞിരുന്നതാണ് ഈ ലൈൻ ഇങ്ങനെ പോവുകയാണെന്ന് മാറ്റേണ്ടതാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. എന്നാൽ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന അവിടെ ചില ചേഞ്ചസ് ഈ ഒരു ഷെഡ് കെട്ടിയിരുന്നു, അത് കുറച്ചൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ അധികൃതർ ചെയ്തില്ല. അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. KSEBയുടെ ഭാഗത്ത് കുഴപ്പമുണ്ട്, അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ട്. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും കൂടി ചേർന്നിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മളൊരു സർക്കാർ ആശുപത്രിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന വിഷയം ഉണ്ടായത്. നമ്മളെല്ലാവരും തെരുവുകളിൽ ഇറങ്ങുകയും നമ്മളെല്ലാവരും പോലീസിനോട് പൊരുതി നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അടുത്ത ഒരു ജീവനും പറയുന്ന അലംഭാവം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ സിസ്റ്റം പരിപൂർണമായിട്ട് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിസ്റ്റങ്ങളിൽ ഒന്ന് റൺ ചെയ്യുന്ന ഒരു പരിധി വരെ കേരളം തന്നെയായിരിക്കും. രാഷ്ട്രീയത്തിനുപരിയായിട്ട് ഞാൻ പറയുന്നതാണ്. അത് ഇവിടുത്തെ ഇടതുപക്ഷമോ UDF അല്ലെങ്കിൽ പിണറായി വിജയൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച സിസ്റ്റം ഒന്നും അല്ല. 1956 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് മുതൽ ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ജനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി പൊക്കോണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വി ഡിസേർവ് ബെറ്റർ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. കാരണം കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവിത രീതി അനുസരിച്ചിട്ട് അവർക്ക് കൂടുതൽ മികച്ചതായിട്ട് ചില കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം 10-18,000 ഗ്രാമങ്ങൾ 2014 വരെ ഇരുട്ടിക്കിടന്നിരുന്നതായിരുന്നു ഇന്ത്യയിലെ പല ഉൾഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ചില സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഫോളോ ചെയ്തൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ കേരളത്തിൽ പോലും അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും അവിടെ ഒരു സിസ്റ്റം ഒരു സംവിധാനം ആദ്യം എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനുശേഷം മാത്രമാണല്ലോ അതിന്റെ പെർഫെക്ഷനിലേക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ തലസ്ഥാന ജില്ലയോട് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പുരോഗമിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും അലംഭാവം കാണിക്കുന്നു, അവിടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതാണ്. കാരണം കുട്ടികളാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവേശം വളരെ ഇതായിട്ട് നിൽക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അവിടെ കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ വേണ്ടിയിട്ട്, അവിടെ ഇറങ്ങരുത് എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ ആവേശം കാണിക്കുന്ന അനുസരണക്കേട് കാണിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോ നമ്മുടെ ചിഞ്ചുറാണിയെ പോലെയുള്ള ആൾക്കാർ വളരെ ലാഘവത്തോടു കൂടി ഒരു കുട്ടി പറഞ്ഞാൽ കേൾക്കാതെ ജീവൻ നഷ്ടം, കുട്ടികളാണെന്നേ അവര് പറഞ്ഞാൽ കേൾക്കണമെന്നൊന്നുമില്ല, അവർക്ക് കളിയാണ് പ്രധാനം, അവർ കുറച്ച് ആവേശവും കുറച്ച് ബഹളവും ഒക്കെ കാണിക്കും. അപ്പോ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടുന്ന തലത്തിൽ വേണം നമ്മുടെ സിസ്റ്റത്തിനെ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നോ നാളെയോ പറയുന്നത് കൊണ്ട് കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം വെച്ചാൽ KSEBയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥരുടെ ഷോർട്ടേജ് ഉണ്ട്.
ഈ ഷോർട്ടേജ് പരിഹരിച്ചാൽ മാത്രമേ KSEB ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ സിസ്റ്റത്തിനെ ആരാണ് പോയി ക്ലിയർ ചെയ്യുക? എല്ലാത്തിനും നമ്മൾ രോഗത്തിന്റെ ലക്ഷണത്തിനെ മാത്രം ചികിത്സിക്കുന്നത് കൊണ്ടായില്ലല്ലോ. രോഗത്തിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ രോഗത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരും ഇവരുടെ സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് ആളില്ല, ജോലിഭാരമാണ്, സംവിധാനങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ടത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. നിയമനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. ഇതൊക്കെ പരിഹരിക്കേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതും സിസ്റ്റമാണ്. അങ്ങനെ ഉള്ളതോ ഇല്ലാത്തതോ അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നറിയാത്ത ഒരു പ്രഹേളികയായ സിസ്റ്റം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞു, 100 കണക്കിന് പോയിന്റുകളുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഇത് പരിഗണിക്കുന്നുണ്ടോ, നടപ്പിലാക്കുന്നുണ്ടോ എന്ന ഇൻസ്പെക്ഷന്റെ ഉത്തരവാദിത്തം മാനേജ്മെന്റിനല്ലല്ലോ, അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എങ്കിൽ ഈ ഓരോ സ്കൂളിലും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് ആരാണ്? അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഇവിടെ സ്കൂളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് വെക്കേഷൻ സമയം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയം, 2 മാസം സ്കൂളിൽ ആൾപെരുമാറ്റമില്ലാത്ത ക്ലാസ് മുറികൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് തുറക്കേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് സ്കൂൾ മാനേജ്മെന്റ് അതുപോലെ തന്നെ PTA കൃത്യമായി തന്നെ അത് മേൽനോട്ടം വഹിച്ച് ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസർക്കാണ് ചുമതല. ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്വേഷണം നടത്തി കൊടുത്ത റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട 1ാമത്തെ ശുപാർശ അന്ന് സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന AEO ഉടൻ വിശദീകരണം തേടണം എന്നതാണ്. അന്ന് ചുമതല ഉണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള AEക്കാണ്. ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ വിദ്യാഭ്യാസ ഓഫീസർ പെൻഷൻ പറ്റിപ്പോയി തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ ഓഫീസറാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇത് കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തിയോ, എന്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാനേജ്മെന്റും PTA ചെയ്യാത്തതിന്റെ ഭാഗമായി അത് ഉറപ്പുവരുത്തേണ്ട സ്കൂൾ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ അത് ഉറപ്പുവരുത്താത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ അവർ നടപടി എടുക്കുന്നില്ല എങ്കിൽ വിദ്യാഭ്യാസ നിയമത്തിന്റെ ചട്ടത്തിന്റെയും എല്ലാം അധ്യായം 3 റൂൾ 7 പ്രകാരം ഗവൺമെന്റ് നേരിട്ട് നടപടി എടുക്കും എന്ന് പറയുന്ന സാഹചര്യം. PTA-ക്കും ഇതിന്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. ഞാൻ ഉൾപ്പെടെ PTA അംഗങ്ങളാണ്. കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഏത് കാര്യങ്ങൾ വരുമ്പോഴും PTA-യുടെ ഭാഗമായും അതുപോലെ തന്നെ SMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമായും പോകുകയും ഇടപെടുകയും എല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചുമതലയുള്ളവർ ആ ചുമതല നിർവഹിക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എല്ലാം അങ്ങ് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് അങ്ങ് വളരെ കൃത്യമായി പറയുന്നുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു വകുപ്പിൽ നിന്നുള്ള പ്രശ്നമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, അതിൽ വിമർശനം ഉന്നയിക്കാം. ഇതിപ്പോൾ അങ്ങ് തന്നെ പേരെടുത്ത് വിരലെണ്ണി പറയുകയാണ് ഇത്ര മേഖലകളിൽ ഇത്ര വകുപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടാവണ്ടേ? അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, വിദ്യാഭ്യാസ വകുപ്പിന് പ്രശ്നമുണ്ടാകാതിരിക്കണ്ടേ? തദ്ദേശ വകുപ്പിന് പ്രശ്നമുണ്ടാകാതിരിക്കണ്ടേ? ഇലക്ട്രിസിറ്റി വകുപ്പിന് പ്രശ്നമുണ്ടാകാതിരിക്കണ്ടേ? ഇത് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ജനങ്ങളാണോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അത് ചിലപ്പോൾ താഴെ തട്ടിലുള്ള ആളാകായിരിക്കാം, അദ്ദേഹം കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുന്നു, പക്ഷേ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ആൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് മുകളിലേക്കുള്ള വകുപ്പൊന്നും ഇത് അറിയുന്നില്ല. ഇപ്പൊ ഇവിടെ സ്കൂൾ മാനേജ്മെന്റ് പലതവണ ഈ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് ഏറ്റവും കവറിംഗ് ഉള്ള ലൈനാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSEB-യെ സമീപിച്ചതായിട്ട് പറയുന്നു. എന്നാൽ KSEB അതിൽ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പരാതിയായിട്ട് കൊടുക്കുവാനും തങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കിയെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം. അപ്പോൾ ഏത് മേഖലയിലാണോ കുറവുണ്ടായത് അത് കണ്ടെത്തി പരിഹരിക്കാനും ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനും അല്ലേ പറ്റൂ. ഇപ്പൊ ബ്യൂറോക്രസിയുടെ ഭാഗമായി ഈ ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ വരുത്തുന്ന വീഴ്ചയുടെ ഭാഗമായി ആ വകുപ്പ് മുഴുവൻ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ KSEB ഈ ജൂൺ മുതൽ ഡിസംബർ വരെ കേരളത്തിൽ മഴയാണ്, വലിയ കാറ്റാണ്.
6 മാസം തുടർച്ചയായിട്ട് കാലാവസ്ഥയുടെ പ്രത്യേകത നമുക്കറിയാം. ആ സാഹചര്യത്തിൽ വലിയ കാറ്റത്തും മഴയത്തും ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന നിരവധി KSEBയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് അതിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ പ്രളയകാലത്തും എല്ലാം നമ്മളിത് കണ്ടതാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നവർ. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ പോയി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വരുത്തുന്ന വീഴ്ചയെ മൊത്തം വകുപ്പിന്റെ വീഴ്ചയായിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല. വെച്ച് പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല. അത് ഈ ജീവനക്കാർ തന്നെ പറയുന്നത് അങ്ങനെ പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പോലും ആളെണ്ണക്കുറവും സംവിധാനക്കുറവും കൊണ്ടാണെന്നാണ്. പിന്നെ ഈ ഒരു ഉദ്യോഗസ്ഥനല്ലെന്നേ, അതാ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു വകുപ്പിന് കീഴിലാണ് അനാസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ ശരി, ഇതിപ്പോ കൂട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് ഒരു സംവിധാനം ലഘൂകരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? ഇവിടെ ഇപ്പോ അങ്ങ് പറയല്ലേ ഒരുപാട് ഒഴിവുകളുണ്ട്, ഏതെങ്കിലും ഡേറ്റ വെച്ചിട്ടാണോ പറയുന്നത്? ഇപ്പൊ വൈദ്യുതി വകുപ്പിൽ ഇന്ന തസ്തികയിലേക്ക് ഇത്ര ഒഴിവുകളുണ്ട് എന്ന ഔദ്യോഗികമായിട്ട് വിവരമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവരുടെ വർക്ക് ലോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ അഭിപ്രായം വെച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ട. ഇപ്പൊ പഞ്ചായത്തിന്റെ AE, ആ AE പോയി പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അദ്ദേഹം പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൃത്യവിലോപം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണത കാണുകയാണ്. 7-8 കൊല്ലമായിട്ടുള്ള ഷെഡ് കാണാതെ പോവുകയാണ്. മാനേജ്മെന്റ് കൊടുത്ത സ്കെച്ചിൽ അത് സൂചിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വൈദ്യുതി ലൈനിന്റെ താഴെ തന്നെ ഒരു ഷെഡ് അനുമതി കൊടുത്തതായും അത് നിർമ്മിച്ചതായിട്ടും കാണുന്നില്ല. അത്തരത്തിലുള്ള പോരായ്മകൾ താഴെ തട്ടിലാണോ വന്നിരിക്കുന്നത്, അത് കണ്ടുപിടിക്കാൻ മുകളിലുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ലേ? അതാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. അതാണ് ഇപ്പൊ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ എന്ന രൂപത്തിൽ ഹെഡ്മിസ്ട്രസിന് വന്നിരിക്കുന്ന വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിലുള്ള രീതിയാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് ആവർത്തിക്കാത്ത തരത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിനാണ് പരിശോധനയും നടപടിയും അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നോട്ട് പോക്കും. അതുകൊണ്ട് നമുക്ക് ഈ പ്രഥമ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന മണിക്കൂറുകളെ കഴിഞ്ഞിട്ടുള്ളൂ, ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കട്ടെ. ഇനി ഇത് ആവർത്തിക്കാത്ത തരത്തിൽ സർവീസ് സംഘടനാ നേതാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ്. അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ശരി, വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നിയമനക്ഷാമമില്ല, ആളുകളുടെ ക്ഷാമമില്ല, ഉദ്യോഗസ്ഥരുടെ ക്ഷാമമില്ല എന്നാണ് സർക്കാർ പറയുന്നത് എങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് പോവുകയും ചെയ്യാം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇതിപ്പോ ഒരു ഉദ്യോഗസ്ഥൻ, സാധാരണഗതിയിൽ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ഒരു വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിൽ ഉണ്ടാകുന്ന പിഴവ് വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം, KSEBയെ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം, തദ്ദേശ വകുപ്പിനെ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ നിലയ്ക്കല്ല ഇവിടെ എല്ലാ വകുപ്പുകൾക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ സ്ഥാപനങ്ങൾക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, എല്ലാ വ്യക്തികൾക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അത് ഒന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഉത്തരവാദിത്തമുള്ള, നിർബന്ധിതമായ ഉത്തരവാദിത്തമുള്ള സ്ഥാപനങ്ങൾക്ക് ഈ തരത്തിലുണ്ടാകുന്ന വീഴ്ചയെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്ത് പൊതുവെയും പരിശോധിച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽ മാത്രം വരുന്ന പ്രശ്നങ്ങളായി പരിമിതമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവും. ഇപ്പം കെട്ടിട നിർമ്മാണവും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പുണ്ട്. അതിലെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി വകുപ്പുകളുടെ ഏകോപനമാണ് ഒരു ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി സ്കൂളിൽ ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞതുപോലെ അപകട സാധ്യതയുണ്ട് എന്ന് നമ്മളാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അപകട സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ മാനേജ്മെന്റ് ഈ ഇലക്ട്രിക് ലൈൻ മാറ്റണം, അല്ലെങ്കിൽ അത് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇലക്ട്രിസിറ്റി ബോർഡ് അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിനാവശ്യമായിട്ടുള്ള പണം കെട്ടിവെക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അപ്പോൾ അറിയാതെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ വിവിധ വകുപ്പുകൾ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്ത്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PTA കമ്മിറ്റി അടക്കമുള്ള വിവിധ ഏജൻസികളുടെ സംയുക്തമായിട്ടുള്ള യോഗം ഇതുമായി ബന്ധപ്പെട്ട് കൂടുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? സ്കൂളിൻ്റെ സുരക്ഷിതത്വവും കുട്ടികളുടെ സുരക്ഷയും ഒക്കെ ഉറപ്പുവരുത്താൻ ഉതകുന്ന സംവിധാനം
അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഏകോപനം പരിശോധിക്കേണ്ടതാരാണ്? വിദ്യാഭ്യാസ വകുപ്പാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി അല്ലെങ്കിൽ നോഡൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസർ. ഞാൻ ഒരു കാര്യം കൂടി പറയണം. നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥരില്ല എന്ന പരാതി നേരത്തെ പരാമർശിക്കപ്പെട്ടു. കൊല്ലം ജില്ലയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മെയ് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന അവധി കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ കൊല്ലം ജില്ലയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉണ്ടായിരുന്നില്ല. ഈ സ്കൂളുകളുടെയൊക്കെ ഫിറ്റ്നസ് അടക്കം അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണപരമായ ഒരുപാട് നടപടികൾ നിർവഹിക്കേണ്ട അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിൽ അതിൻ്റെ നോഡൽ ഓഫീസറായി പ്രവർത്തിക്കേണ്ടുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാസങ്ങളുണ്ടായിരുന്നില്ല. RYFിൻ്റെ പ്രവർത്തകരടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കം ഓഫീസിനകത്ത് തള്ളിക്കയറി പ്രശ്നമുണ്ടാക്കി ബഹളമുണ്ടാക്കി നിരവധി പേർ റിമാൻഡ് ചെയ്യപ്പെട്ടു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒഴിഞ്ഞു കിടക്കുന്ന ഗുരുതരമായിട്ടുള്ള അനാസ്ഥയ്ക്കെതിരായിട്ടാണ് അന്ന് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ RYF ഉൾപ്പെടെയുള്ളവർ ഈ ഓഫീസിനകത്ത് കയറി ബഹളമുണ്ടാക്കി 4 ദിവസം അവർ റിമാൻഡ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ് 2 ആഴ്ചയ്ക്ക് മുമ്പോ 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസർ നിയമിച്ചത്. ഇതെല്ലാം ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മയും വീഴ്ചയുമല്ലേ? മെയ് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന കാലയളവിൽ ഒരുപാട് പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോഡൽ ഓഫീസായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നാഥനില്ലാ കളരിയായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകളുടെ പ്രതിനിധികൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രത്യക്ഷമായ സമരത്തിലേക്ക് പോകാൻ സന്നദ്ധമാകുന്നതും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ സ്കൂൾ വർഷം ആരംഭിച്ച ഒരു മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ നിയമിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊക്കെ അക്കൗണ്ടബിൾ ആകേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, അനാസ്ഥ ഉണ്ടാകുമ്പോൾ, പോരായ്മ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സുഗമമായ നിലയിൽ നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏകോപനത്തിൻ്റെ വീഴ്ചയുണ്ടാകുമ്പോൾ, വകുപ്പുകളുടെ അനാസ്ഥ ഉണ്ടാകുമ്പോൾ, മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് നിഷേധാത്മകമായിട്ടുള്ള നിലപാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ കാര്യത്തിൽ പ്രതികരിക്കും. പ്രതിഷേധങ്ങൾ രൂപപ്പെടും. ആ പ്രതിഷേധങ്ങളെയും പ്രതികരണങ്ങളെയും ഉൾക്കൊള്ളുകയും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഇപ്പോൾ ശ്രീ ഡോക്ടർ അരുൺകുമാർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ കേട്ടില്ല. റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ല. ആ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അടിയന്തരമായി ഹെഡ് മിസ്ട്രസിനെയും പ്രിൻസിപ്പലിനെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ്. എന്താ മാനേജ്മെന്റിനെ കുറിച്ച്? ഇവിടെ അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ, തർക്കരഹിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ? 8 വർഷം മുമ്പ് ഒരനുമതിയും കൂടാതെ, ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവും കൂടാതെ ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് ഒരു അഡീഷണൽ സ്ട്രക്ചർ, ഒരു ഷെഡ് നിർമ്മിച്ചു എന്നുള്ളത്. ആ ഷെഡ് നിർമ്മിച്ചതാണെങ്കിൽ നിലവിലുള്ള മുഴുവൻ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം നടത്തിക്കൊണ്ട് ഈ പറയുന്ന 3 ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിന് തൊട്ടു താഴെ ഒരു ഷെഡ് നിർമ്മിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ മാനേജ്മെന്റിനെ കുറിച്ച് പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ വീഴ്ച വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഹെഡ് മിസ്ട്രസ്, പ്രിൻസിപ്പൽ തീർച്ചയായിട്ടും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ ഹെഡ്, ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് മിസ്ട്രസും ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പളുമാണ്. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ അദ്ദേഹത്തിന്റെ ഊഴത്തിൽ എന്നോട് പറഞ്ഞത് ഈ ലൈൻമാൻമാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ KCB ജീവനക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. 4000-ഓളം ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ അങ്ങേക്കില്ല എങ്കിൽ ആധികാരികമായി പറയാൻ ഞാൻ തയ്യാറുമാണ്. ഈ ലൈൻമാൻമാരുടെ കുറവുണ്ട് സെക്ഷൻ ഓഫീസുകളിൽ. ഓവർസിയർ പ്രൊമോഷൻ അടുത്തിടെ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ലൈൻമാൻമാർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. മസ്ദൂർ അതിനൊപ്പം ഈ ലൈൻമാൻമാരുടെ പോസ്റ്റിൽ ഏതാണ്ട് 4000-ഓളം ഉണ്ട്. ഓവർസിയർമാർ ഏതാണ്ട് 1000-ന് മുകളിൽ കുറവുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് എനിക്കുള്ളത്. മറ്റു വിവരം അങ്ങേക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം. ഞാൻ പറയാം. അല്ല, ഒറ്റ മിനിറ്റ്. ശ്രീ NK പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതിന് മറുപടി പറയാൻ ഞാൻ അങ്ങേക്ക് സമയം തരാം. അതിന് മറുപടി പറയാൻ ഉറപ്പായി ഞാൻ അങ്ങേലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം വരിക. ഈ ഒഴിവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്തെങ്കിലും മറ്റു കാര്യം പറയാനുണ്ടോ? വരട്ടെ.
അല്ല അല്ല എന്റെ കയ്യിൽ ഒരു ഡേറ്റ ഇല്ല, ഞാൻ ആ ഡേറ്റ ശേഖരിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അങ്ങയുടെ കയ്യിലുള്ള ഡേറ്റ അയച്ചു തന്നാൽ അത് പരിശോധിച്ചിട്ട് പറയാം. ശരി. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോ കാലവർഷത്തിന് മുൻപ് കൃത്യമായി ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പല ജോലികളുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാറിയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അത്യധ്വാനം ചെയ്യുകയാണ് KSEBിയിലെ ഉദ്യോഗസ്ഥരൊക്കെ. അത് ജീവൻ പണയം വെച്ചു തന്നെയാണ്. അങ്ങനെ ചെയ്യേണ്ടുന്ന സാഹചര്യം അവർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അത്യധ്വാനം തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ ഏറ്റവും പരമാവധി സാധ്യമായ സമയത്ത് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നതിൽ പലയിടങ്ങളിൽ വീഴ്ചയും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന നിലയ്ക്ക് കാണേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ബാധു, നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചാൽ ആരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സിസ്റ്റമൊക്കെ മാറി. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമല്ലോ. ഇപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ രാത്രി കറണ്ട് പോകുന്ന സമയത്ത് വിളിക്കുമ്പോൾ രാത്രി എടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. പണ്ടത്തേതുപോലെ പൈസ ചോദിച്ചാലും വീട്ടിൽ വരുന്നില്ല. അപ്പോൾ സിസ്റ്റത്തിനകത്തൊക്കെ ഒരുപാട് ഞാൻ പറയുന്ന ഒരു 5 വർഷം മുമ്പത്തെ കാര്യമൊന്നുമല്ല കേട്ടോ, ഒരു 10-25 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. അപ്പോൾ സിസ്റ്റം അതിനകത്തൊക്കെ മാറ്റമുണ്ട്. ഇല്ല നമുക്ക് പറയുന്നതിനകത്ത് ശരിയല്ല, ശരിയല്ലാത്ത അങ്ങനെ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്ക് പോകുന്നത് ശരിയല്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ KSEB ഉദ്യോഗസ്ഥർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. അവർ ഇപ്പം നമ്മൾ തന്നെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരില്ല, ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഫോൺ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാവരും അവിടെയാണ്, അവർ വേറൊരു സ്ഥലത്ത് പ്രശ്നമുണ്ട്, അവിടെ പോയിരിക്കുകയാണ്, അവർക്ക് തിരിച്ചു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് KSEBയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ഞാനൊരു കേസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഞാൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അവിടം വരെ വരാമോ, ഇപ്പൊ ഒന്ന് വരാമോ? അഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പില്ല, ആകെ ഒരു ജീപ്പേ ഉള്ളൂ, അത് ഒരിടത്ത് പോയിരിക്കുകയാണ്, അത് വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ, അരമണിക്കൂറെങ്കിലും എടുക്കും വരാൻ വേണ്ടി. അപ്പൊ കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളത്തിലുള്ള ജനത എന്ന് പറയുന്നത് 1956 മുതൽ ഇങ്ങോട്ട്, 1956 അല്ല അതിന് മുമ്പ്, ഞാൻ കേരള സംസ്ഥാനം രൂപീകൃതമായ 1956 ആയതുകൊണ്ട് മാത്രം അതൊരു കട്ട് ഓഫ് പറയുന്നേ ഉള്ളൂ. അന്ന് മുതൽ ഇങ്ങോട്ട് ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട്, ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ട്, അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ട് മാത്രം കടന്നു വരുന്നതാണ്. സോ വി ഡിസേർവ് ബെറ്റർ എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ആ ബെറ്റർ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻ പവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യപ്പെടണം. ഇപ്പോഴും സർക്കാർ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തഥൈവ തന്നെയാണ്, അത് വഴി പോലെ തന്നെയാണ്, മുറ പോലെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് 2025 നമ്മുടെ പുറകിൽ നിന്നിരുന്ന പല ആൾക്കാരും നമ്മളോടൊപ്പം ഏതാണ്ട് ഓടിപ്പിടിക്കുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു 10-15 വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഇന്ന് മേനി പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് മേനി പറയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മൾ 2ാമതോ 3ാമതോ 4ാമതോ ഒക്കെ ആയിട്ട് പിന്തള്ളപ്പെടുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കും. അപ്പോ ആ കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വേഗതയിൽ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. അല്ലാണ്ട് ഇപ്പൊ 40 വർഷം മുമ്പാണ് ഈ പറയുന്ന കെട്ടിടം പണിഞ്ഞത്, അന്നത്തെ പഞ്ചായത്ത് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ പോകണം, അല്ല 10 വർഷങ്ങൾക്ക് മുമ്പ് ഷെഡ് കെട്ടിയ സമയത്ത് ഞങ്ങളായിരുന്നില്ല ഭരിച്ചത്. ഇതൊരു ബ്ലെയിം ഗെയിമിനോ ബ്ലെയിം പൊളിറ്റിക്സിനോ നമ്മൾ ഇതിനകത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സംസ്ഥാന വ്യാപകമായ സ്കൂളുകളിൽ അടിയന്തര സുരക്ഷാ പരിശോധന എന്ന നിലയ്ക്കെങ്കിലും ആക്ട് ചെയ്യണം അല്ലേ? അല്ല, ഇവിടെ ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ പരസ്യത്തിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചത് ഹെഡ് മിസ്റ്റർക്കെതിരെ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെതിരെ മാത്രമേ നടപടി എടുത്തുള്ളൂ എന്ന രൂപത്തിലാണ്. എന്നാൽ അത് തെറ്റാണ്. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശകളിൽ 2ാമത്തേത് നടപടി എടുക്കാതിരിക്കാൻ കാരണം കാണിച്ച് മാനേജ്മെന്റിന് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. വിദ്യാഭ്യാസ നിയമം ചട്ടങ്ങൾ അനുസരിച്ച് KER പ്രകാരം ഒരു മാനേജ്മെന്റിനെതിരെ ഇത്തരത്തിലൊരു കൃത്യവിലോപം വന്നാൽ ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്ന നടപടികൾ അത് വളരെ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. ആരെയും സംരക്ഷിക്കുന്ന നിലപാടില്ല. അപ്പൊ അത് ഹെഡ് മാസ്റ്റർ ആയാലും പ്രിൻസിപ്പൽ ആയാലും മാനേജർ ആയാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യവിലോപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ നടപടി എടുത്തില്ലെങ്കിൽ അതിന് കാരണം കാണിക്കണമെന്നാണ് പറയുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യനിർവഹണം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഉത്തരവാദിത്തമില്ലായ്മ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മനസ്സിലാക്കുന്നില്ലേ?
അല്ലല്ല, നടപടി എടുത്തില്ലെങ്കിൽ കാരണം കാണിക്കണം എന്നല്ല. ഇതിൽ രണ്ടാമത്തെ നോട്ടീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റിന് വന്ന വിദ്യാഭ്യാസ സർക്കുലർ, മെയ് മാസത്തിലെ സർക്കുലർ കൃത്യമായിട്ട് പാലിക്കാത്തതിന്റെ ഭാഗമായിട്ട് വന്ന വീഴ്ച, ആ വീഴ്ചയിൽ നടപടി എടുക്കാതിരിക്കാനാണ്. അല്ലാതെ സസ്പെൻഷൻ രണ്ടാമതാണ് വരുന്നത്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കും. അതുപോലെ എവിടെയെങ്കിലും കുറവുണ്ടോ അത് കണ്ടെത്തി പരിഹരിക്കും. ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി മാതൃകാപരമായിട്ട് തന്നെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധന നടക്കും. നമുക്ക് ഇത്തരത്തിൽ ഒരു സംഭവം ഇനി കേരളത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയണം. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. PTE അടക്കം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. മാനേജ്മെന്റിന്റെ അടുത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. വിദ്യാഭ്യാസ ഓഫീസർമാർ പീരിയോഡിക്കലായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തണം, പരിശോധന നടത്തണം. അതുപോലെ എല്ലാ വിഭാഗം ആളുകളും ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഴ്ച ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ ആ കുട്ടിയെ നമ്മൾ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും അവരോടൊപ്പം നിൽക്കുവാനുമുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ, ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് നമ്മളിത് കണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. തുടർ മണിക്കൂറുകളിലും ഈ പറയുന്ന മരണം സംഭവിച്ചപ്പോഴത്തെ ആ കുടുംബത്തിന്റെ സാഹചര്യങ്ങളും അവരുടെ നിലവിളിയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് ഇനിയും നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം. കുടുംബത്തിനോട് ഈ സമൂഹത്തിനൊരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ. അതിപ്പോൾ മാനേജ്മെന്റ് കൊടുക്കുന്ന നഷ്ടപരിഹാരം, KCB കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്നതിൽ ഒതുങ്ങുന്നതല്ല. അല്ല, ഈ കാര്യത്തിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി അവിടെ പോയി കണ്ടവർക്കറിയാം. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചെറ്റക്കുടിലെന്ന് വിശേഷിപ്പിക്കാം. ഓടിട്ടതാണെങ്കിൽ പോലും ചെറ്റക്കുടിലിന് സമാനമായ നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നടിഞ്ഞൊരു വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത്. ഏറ്റവും വലിയ ജീവിത പ്രയാസവും ക്ലേശവും അനുഭവിക്കുന്നൊരു കുടുംബമാണ്. അത്തരത്തിലൊരു സാധാരണ കുടുംബത്തിൻ്റെ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് എന്നേക്കുമായി നഷ്ടമായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മ വിദേശ രാജ്യത്ത് പോയി അവിടെ നിന്ന് താൽക്കാലികമായിട്ടുള്ളൊരു ദൗത്യത്തിൻ്റെ ഭാഗമായി തുർക്കിയിലേക്ക് അടക്കം പോയി ഈ ഒരു സഹോദരി ജോലി ചെയ്യാൻ നിർബന്ധിതമാകുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത പശ്ചാത്തലം, ജീവിത സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ തന്നെ ആ മകനെ ട്യൂഷന് കൊണ്ടുപോയതിനു ശേഷം അയാൾക്ക് മഴയായതുകൊണ്ട് തൊഴിലില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ട്യൂഷന് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പോൾ അത്രയും പരിതാപകരമായിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ്, അത് മാനേജ്മെൻറ്റിനെ കൊണ്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ആ കുടുംബത്തിൻ്റെ സമ്പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് വീട് വെച്ച് മാനേജ്മെന്റ് എന്തായാലും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ അമ്മയ്ക്ക് തന്റെ മകനെ, ഒരു കുഞ്ഞു കൂടിയുണ്ട്, അവിടെ അടുത്തു നിന്ന് സംരക്ഷിക്കാനുള്ള സാഹചര്യമെങ്കിലും ഇനി ഒരു കുഞ്ഞിനെ വീട്ടിലൊറ്റയ്ക്കാക്കി അന്യരാജ്യത്തേക്ക് പണിയെടുക്കാൻ പോകാനുള്ള മനസ്സുറപ്പ് അവർക്കുണ്ടാകില്ല എന്നതുകൂടി ഓർക്കണം. ആ സ്കൂളിൽ തന്നെ അവർക്കൊരു ജോലി നൽകേണ്ടത് ആ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണത് സർക്കാർ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. വളരെയധികം നന്ദി പാലസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.